السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ജുസ്ഇലെ അവസാനത്തെ സൂറത്തുകളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൻ നസ്റാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്താണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം അമ്മജൂസിൽ വരുന്ന 111 അധ്യായം സൂറത്തുൽ മസദാണ്. സൂറത്തുൽ മസദ് പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഈ മസദ് എന്നുള്ള അവസാന ആയത്തിലെ ഈ പദമാണ് ഈ സൂറത്തിന് സൂറത്തുൽ മസദ് എന്ന് പേര് വരാൻ കാരണം. ഈന്തപ്പനയുടെ നാര് എന്നാണ് മസദ് എന്നുള്ള വാക്കിനുള്ള അർത്ഥമായിട്ടുള്ളത്. ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൻ്റെ ആദ്യത്തിൽ അവതരിച്ചിട്ടുള്ളൊരു സൂറത്താണ് സൂറത്തുൽ മസദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് തൻ്റെ കുടുംബക്കാർക്ക് ഈ ദഅവത്ത് എത്തിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നീ നിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് ചെയ്യുക, ഈ ദീനിൻ്റെ പ്രബോധനം എത്തിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല സൂറത്തു ശുഅറയിലൂടെ അറിയിച്ചപ്പോൾ അവിടുന്ന് സഫാ കുന്നിൻ്റെ മുകളിലേക്ക് കയറിയെന്ന്. മക്കയിലുള്ള സഫാ കുന്ന് നമുക്കറിയാം. ആ സഫാ കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബക്കാരെയൊക്കെ ഒച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും അവിടുത്തെ മറ്റ് കുടുംബക്കാരുടെ വീടുകളുമെല്ലാം തന്നെ സഫയുടെയും മറുവയുടെയും ഒക്കെ അപ്പുറത്തൊക്കെ ആയിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒച്ചത്തിൽ വിളിച്ചു, യാ ബനി ഫിഹർ യാ ബനി അദി. അവിടുത്തെ കുടുംബത്തിൻ്റെ പേരുകളാണ്. അല്ലയോ ഫിഹറിൻ്റെ സന്താനങ്ങളെ, അദീൻ്റെ സന്താനങ്ങളെ എന്ന് പറഞ്ഞ് ഓരോ കുടുംബത്തെയും വെവ്വേറെ പേര് വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഹദീസിൽ കാണാൻ സാധിക്കും, ഹത്തജ്തമഉ, അങ്ങനെ അവരെല്ലാവരും തന്നെ ആ സഫാ കുന്നിൻ്റെ താഴെയായിട്ട് ഒരുമിച്ച് കൂടി. ഫജഅല റജുലു ഇദാ ലം യസ്തതി അൻ യഖ്റുജ അർസല റസൂലൻ ലിയംദുറ മാഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തിൽ വിളിച്ചത് കണ്ടിട്ട് ഇനി ഒരാൾക്ക് വരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ മറ്റൊരാളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്താണ് കാര്യം എന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഫജാ അബൂ ലഹബ് വ ഖുറൈഷ്, അബൂ ലഹബും അങ്ങനെ ഖുറൈശികളുമൊക്കെ അവിടെ എത്തി. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എല്ലാവരും എത്തി എന്നായപ്പോൾ അവിടുന്ന് പ്രസംഗം ആരംഭിച്ചു. അവിടുന്ന് ചോദിച്ചു, അറഅയ്തകും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തുഗയ്യിറ അലൈക്കും അകുൻതും മുസദ്ദിഖിയ്യ. ഞാനിതാ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്,
ഈ താഴ്വാരത്തിൽ ഒരു കുതിരപ്പട, നമ്മൾ ആക്രമിക്കാനായിട്ടൊരു കുതിരപ്പട നമ്മുടെ മേൽ യുദ്ധത്തിനായി തയ്യാറായി നിൽക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, നഅം, ഞങ്ങൾ വിശ്വസിക്കും. കാരണം മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സത്യസന്ധത അല്ലാതെ മറ്റൊന്നും പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലുള്ള മുശ്രിക്കുകൾ അന്ന് ആ ജാഹിലിയ കാലത്തിൽ പോലും വിളിച്ചിരുന്നത് അൽ അമീൻ എന്നാണ്, വിശ്വസ്തനാണെന്നാണ്. കാരണം അവിടുന്ന് ഒരിക്കലും ഒരു തമാശക്ക് പോലും കളവ് പറയില്ല. വിശ്വസിച്ചേൽപ്പിച്ച ഒരു കാര്യത്തിൽ പോലും അവിടുന്ന് അതിലൊരു കുറവ് വരുത്തുകയില്ല. പൂർണ്ണമായ അമാനത്തുള്ള സത്യസന്ധതയുള്ള ഒരാളായിട്ടാണ് അന്ന് മക്കയിലെ മുശ്രിക്കുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നത്. ഒരിക്കൽ പോലും അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ സത്യമല്ലാതെ താങ്കളുടെ പക്കൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനപ്പുറത്തുനിന്ന് ഒരു യുദ്ധം ചെയ്യാനായിട്ട് ഒരു സൈന്യം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും, കാരണം താങ്കൾ കളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫഇന്നി നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്, എങ്കിൽ ഞാനിതാ വരാനിരിക്കുന്ന ഒരു കഠിന ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി. തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളുകളോട് പറഞ്ഞു കൊടുത്തു. ഇനി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രമേ കാര്യങ്ങൾ ചോദിക്കാവൂ, അതല്ലെങ്കിൽ നാളെ പരലോകത്ത് കഠിനമായ നരകശിക്ഷ കാത്തിരിക്കുന്നുണ്ട്, പരലോകമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, മരിച്ചു മണ്ണായി തീരുകയില്ല പോലെയുള്ള കാര്യങ്ങൾ അവരോട് വളരെ കൃത്യമായി താക്കീത് ചെയ്തു. ഇത് കേട്ടപ്പോൾ അവിടെ അബൂലഹബ് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്, ഉപ്പയുടെ സഹോദരങ്ങളിൽപ്പെട്ട ഒരാളാണ്. അബൂലഹബ് പറഞ്ഞു, തബ്ബൻ ലക സായിറൽ യൗം അലിഹാദാ ജമഅതന, ഈ ദിവസം മുഴുവൻ നിനക്ക് നാശമുണ്ടാകട്ടെ, ഇതിനാണോ, ഈ കാര്യം പറയാനാണോ ഞങ്ങളെല്ലാം ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ പഴി പറയുകയുണ്ടായി. ഈ ഹദീസ് ഈ ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫനസലത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അഥവാ അബൂലഹബിന് തന്നെയാണ് നാശം, അവന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുന്ന ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ സഹോദരങ്ങൾ, എന്താണ് ഈ സൂറത്തിന്റെ ആശയം? അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് തബ്ബത്, നശിക്കട്ടെ എന്നാണ്. യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ എന്നാണ്. യദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈ എന്നാണ്. യദാനി എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളാണ്. അതിങ്ങനെ മറ്റൊരു അറബിയിലൊരു നിയമമുണ്ട്, അങ്ങനെ ഒരു വാക്കുമായി ചേർത്ത് പറയുമ്പോൾ ആ നൂന് പോകും. അബൂലഹബിന്റെ രണ്ടു കൈകൾ എന്ന് പറയുമ്പോൾ യദാ അബീ ലഹബ്, അബൂലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ, നാശമടയട്ടെ. വതബ്, അത് നാശമടഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. ആദ്യത്തേത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വഹാബികളോടും ഒക്കെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയാണ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയുകയും ചെയ്തു. വതബ്, അത് നശിച്ചിരിക്കുകയും ചെയ്യുന്നു. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, മാ അഗ്ന, അവൻ ഉപയോഗപ്പെട്ടിട്ടില്ല. അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തോ അവൻ സമ്പാദിച്ചുണ്ടാക്കിയ കാര്യമോ അവന് യാതൊരു ഉപയോഗവും ഉണ്ടായിട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, തീജ്വാലയുള്ള നരകത്തിൽ അവൻ വഴിയെ പ്രവേശിക്കുന്നതാണ്. വംറഅതുഹു, അവന്റെ ഭാര്യയും, ഹമ്മാലത്തുൽ ഹതബ്, വിറക് വെട്ടി അത് ചുമന്നുകൊണ്ടുവന്നിരുന്നവളായ അവന്റെ ഭാര്യയും അവനോടൊപ്പം നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഫീജീദിഹ, അവളുടെ കഴുത്തിലുണ്ട് ഹബലും മിൻ മസദ്, ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറും അവളുടെ കഴുത്തിലുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സഹോദരങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ആയത്തിൽ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഉദ്ദേശം? എന്താണ്? വലിയ വിശദീകരണങ്ങളുള്ള പണ്ഡിതന്മാർ ഇതിനായിട്ട് പ്രത്യേകമായി ചില റിസാലകൾ തന്നെ രചിച്ചതൊക്കെ കാണാൻ സാധിക്കും. ഒരുപാട് പാഠങ്ങൾ ഈ സൂറത്തിലുണ്ട് എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം ഇതിന്റെ തഫ്സീർ എഴുതിയത് പിൽക്കാലത്ത് പണ്ഡിതന്മാർ കണ്ടെടുക്കുകയും അത് പ്രത്യേകമായി അത് പ്രിന്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തഫ്സീർ സൂറത്തുൽ മസ്സദ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഏതാനും ചില പേജുകളുള്ള തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മുൻഗാമികളിൽ പലരും അങ്ങനെ ചെയ്തത് കാണാൻ സാധിക്കും. ഒരുപാട് പാഠമുള്ളൊരു സൂറത്ത് തന്നെയാണിത്. പാരായണം ചെയ്യാൻ വളരെ ചെറുതാണെങ്കിലും വലിയ ആശയങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്മാരെ നമുക്ക് കാണാൻ പറ്റും. മൂന്നായി വേർതിരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഷെയ്ഖ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരങ്ങൾ മൂന്ന് തരത്തിലാണ്. ഒന്ന്, ഖിസ്മുൻ ആമന ബിഹി വജാഹദ മഅഹു വഅസ്ലമ ലില്ലാഹി റബ്ബിൽ ആലമീൻ.
അള്ളാഹുവിന് വിശ്വസിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊണ്ട അവിടത്തോടൊപ്പം യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതായ ആളുകൾ. ആരൊക്കെയാണ് അവർ? ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അതിൽ തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേക പദവിയുണ്ട്. കാരണം ഉഹുദിൽ ഷഹീദായ ആളാണ്. ഉഹുദിൽ ഷഹീദായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അസദുല്ലാ എന്നാണ്, അസദു റസൂലിഹി എന്നാണ്. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സിംഹമാണ് ഹംസ റളിയല്ലാഹു അൻഹു. വളരെ ധീരനായ സ്വഹാബിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായിരുന്നു. ഉഹുദിൽ അവിടെ നമുക്കിന്നും കാണാൻ സാധിക്കും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പ് പോലും അവിടെ പോയി ഹംസ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പമാരൊക്കെയാണ്. രണ്ടാമത്തത് ഖിസ്മുൻ സാനദ വസാഅത്ത് ലാകിന്നഹു ബാഖിൻ അലൽ കുഫ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്ന് സഹായിച്ച ആളാണ്, പക്ഷേ മരണം വരെ കുഫറിലാണ് ഉണ്ടായിരുന്നത്. ആരാണത്? അബൂ താലിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും ചതിച്ചിട്ടില്ല, ഒറ്റുകൊടുത്തിട്ടില്ല. ഒപ്പം തന്നെ നിന്നു, സഹായിച്ചു, വേണ്ടതുപോലെ ചെറുത്തു നിന്നു. മരണം വരെയും അങ്ങനെ തന്നെയാണ്. അവസാനം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിക്കുകയോ അതല്ലെങ്കിൽ ശത്രുക്കൾക്ക് വിട്ടു നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തിന് പോലും ക്ഷതം ഏൽപ്പിക്കുന്നത് അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ നിർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചില്ല. മരണവേളയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ട ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞ് ആ ഖബീൽ അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ നിന്നും മാറി ഇസ്ലാമിലേക്ക് വന്ന് അങ്ങനെ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ കാഫിറായിട്ട് തന്നെയാണ് മരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത് അബൂ താലിബിനായിരിക്കുമെന്നാണ്. ഞാനില്ലായിരുന്നെങ്കിൽ അബൂ താലിബ് നരകത്തിന്റെ അടിത്തട്ടിലായി ആകുമായിരുന്നു. കാരണം എല്ലാം മനസ്സിലായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് കവിത പോലും എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനാണ് ഏറ്റവും ഹക്കായ ദീൻ എന്ന് പറഞ്ഞിട്ട് കവിതയുണ്ട്. ആ കവിത ഇന്നും ലഭ്യമാണ്, പക്ഷെ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഞാനില്ലായിരുന്നെങ്കിൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവേശിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കാരണത്താൽ ആകെ ഒരു കാഫിറിന് മാത്രമാണ് ഷഫാഅത്ത് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കാരണത്താൽ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന അതിൻ്റെ ഏറ്റവും പരപ്പിലായിരിക്കും ശിക്ഷയുണ്ടാകുക. കാരണം നരകത്തിലെ ശിക്ഷകൾ ഇങ്ങനെ തട്ടുതട്ടുകളായിട്ട് താഴേക്കാണ്. ഏറ്റവും താഴെയാണ് മുനാഫിക്കുകളും മറ്റുമൊക്കെ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഷഫാഅത്ത് ചെയ്തതിനാൽ ചെറിയ ശിക്ഷയാണ് അബൂ താലിബിന് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം സഹോദരങ്ങളെ, അത് ആനദ വ ആറള വഹുവ കാഫിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എതിരാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത കാഫിറായ വ്യക്തി, അയാളാണ് ഈ സൂറത്തിൽ നമ്മൾ പറയുന്ന അബൂലഹബ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. അബ്ദുൽ ഉസ്സ എന്നാണ് യഥാർത്ഥത്തിൽ. അബ്ദുൽ ഉസ്സ ബിൻ അബ്ദുൽ മുത്തലിബ് എന്നാണ് യഥാർത്ഥത്തിൽ പേര്. പക്ഷെ അബൂലഹബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ച രണ്ടാളുകൾ അബൂലഹബും അയാളുടെ ഭാര്യയുമാണ്. അപ്പം എത്രമാത്രം ഗൗരവമാണ് അവൻ്റെ ക്രൂരതയും അവൻ്റെ ഉപദ്രവവും അതല്ലെങ്കിൽ അവൻ്റെ കുഫറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ് അബൂലഹബ് എന്നുള്ളത്. അപ്പം അബൂലഹബിൻ്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. അത് അങ്ങനെ തന്നെ കൊടുക്കാതിരിക്കുന്നതിനും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. കാരണം അബ്ദുൽ ഉസ്സ എന്ന് പറയുന്നത് ഒരു ഷിർക്കിനോട് സാദൃശ്യമുള്ള ഒരു പേരാണ്, അള്ളാഹുലേക്കാണ് ചേർക്കേണ്ടത്. കാരണം ഉസ്സ എന്ന് പറയുന്നത് അവരുടെ ആരാധ്യന്മാരിൽ പെട്ട പ്രധാനികളിൽ ഒരാളാണ്. ലാത്തയും ഉസ്സയും മനാത്തയും നമുക്കറിയാം. അപ്പൊ ഉസ്സയിലേക്ക് ചേർത്തിട്ട് ഉസ്സയുടെ അടിമ അബ്ദുൽ ഉസ്സ എന്നാണ് പേര് വെക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അബൂലഹബ് എന്ന് പേര് വെച്ചത് എന്നാണ്. മാത്രവുമല്ല അബൂലഹബ് എന്ന് പറയുന്ന പേരിന് അതിന്റെ വാക്കിനോട് ചില ആശയമുണ്ട്. ലഹബ് എന്ന് പറഞ്ഞാൽ കത്തിയാളുന്നത്, കത്തിജ്വലിക്കുന്നത് എന്നാണ്. അവന്റെ സങ്കേതം ഇനി കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കായിരിക്കും. ദാത്തു ലഹബ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കത്തിയാളുന്ന നരകത്തിൽ അവൻ പ്രവേശിക്കും. സയസ്ലാ നാറൻ ദാത്തു ലഹബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ ലഹബ് എന്നുള്ള പേര് വെച്ചത് എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തബ്ബത് യദാ അബി ലഹബിൻ വതബ്, അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അത് നശിച്ചിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് പറയാനുള്ള കാരണം നമ്മൾ തുടക്കത്തിൽ അതിന്റെ സബബു നുസുൽ പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിക്കട്ടെ എന്ന് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലുൽ ഖൽഖാൻ,
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുടുംബത്തിനെല്ലാം വളരെ നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി വിളിച്ച് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് അബൂലഹബ് പെരുമാറിയത്. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മക്കയിൽ തെരുവോരങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുമ്പോൾ പുറകിൽ അബൂ താലിബ് കൂക്കി വിളിക്കുകയും ആക്ഷേപിക്കുകയും ഇതൊരു മാരണക്കാരനാണ്, ഇവനെ വിശ്വസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പുറകിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിലക്കും അങ്ങനെ ഉപദ്രവിച്ചിരുന്നു. അവന്റെ മരണം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയൊക്കെ അബൂലഹബ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. തബ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് ഖുർആനിൽ മറ്റു സ്ഥലത്ത് ഉപയോഗിച്ചൊരു വാക്കാണ് ഖസാറ, നഷ്ടമെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഫിർഔനിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വമാ കൈദു ഫിർഔന ഇല്ലാ ഫീ തബാബ്. ഫിർഔനിന്റെ തന്ത്രങ്ങളെല്ലാം വലിയ നഷ്ടത്തിലാണ് കലാശിച്ചത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് അതേപോലെയുള്ള നഷ്ടമാണ് അവനുണ്ടാകുന്നത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അവനൊരു നേട്ടവും ദുനിയാവിൽ നേടാൻ സാധിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ ശേഷം പറഞ്ഞു തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന, അവന്റെ ധനമോ അവന്റെ സമ്പത്തോ അവൻ ഉപകരിക്കുകയില്ല. മാ അഗ്ന, അവൻ ഉപകരിക്കുകയില്ല. അവന്റെ ധനമോ അവന്റെ സമ്പാദ്യമോ ഉപകരിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശരി, അവൻ സമ്പാദിച്ചത് തന്നെയാണ് അവന്റെ ധനം. അപ്പൊ സമ്പാദ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് വമാ കസബ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത്, സലഫുകൾ അതിനെ ഒമാ കസബ് എന്ന് പറഞ്ഞതിനെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാലുഹു വലതുഹു, അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളുമാണ്. കസബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ സന്താനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസബ് എന്ന് പറയുന്നത് അത് സന്താനത്തെ കുറിച്ചായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു ഇന്ന അത്യബ മാ അകൽതും മിൻ കസ്ബിക്കും, നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ ഏറ്റവും നല്ലത് അത് നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ട, അത് നിങ്ങൾ കൈകൊണ്ട് അധ്വാനിച്ചിട്ടുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു വ ഇന്ന ഔലാദകും മിൻ കസ്ബിക്കും, തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ കസ്ബിൽപ്പെട്ടതാണ്, അതായത് നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് എന്ന് പറയാം. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവെടുത്തിട്ടുള്ള ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മക്കള് സമ്പാദിച്ചു കൊണ്ടുവരുന്നതെല്ലാം അവന്റെ സമ്പാദ്യത്തിൽ ഇതുപോലെ തന്നെയാണ്. അപ്പം മകന് വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഉപ്പാക്ക് മകന്റെ സമ്പത്ത് അത് ചോദിക്കാതെ എടുക്കുന്നതിൽ പോലും യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ദീനിന്റെ നിയമം. അതായത് മകന് ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിൽ വലിയൊരു പണമൊന്നും എടുക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആവശ്യത്തിനല്ലാതെ അതെടുത്തിട്ട് മറ്റു മക്കൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ വേറെന്തെങ്കിലും ചെയ്യുക, അത് പാടില്ല. എന്നാൽ ഉപ്പാന്റെ ആവശ്യത്തിന് വേണ്ടി മക്കളുടെ സമ്പത്ത് പോലും എടുക്കാം എന്നാണ് പറയുന്നത്. പറഞ്ഞു വന്നത് ഒമാ കസബ്, ഒരാളുടെ സമ്പാദ്യത്തിൽ പെട്ടതാണ് അയാളുടെ മക്കൾ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഇന്ന ഔലാദകും മിൻ കസ്ബിക്കും, തീർച്ചയായും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ പെട്ടതാണ്. അതായത് അതിൽ യാതൊരു കുറവും വിചാരിക്കേണ്ടതില്ല എന്നാണ്. മക്കൾ നയിച്ചു കൊണ്ടിരുന്നതിൽ നിന്നും ഉപ്പ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഉപ്പ അത് ആവശ്യപ്പെടുന്നതോ അത് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്നത് പോലെയല്ല. അതായത് ഹദീസിൽ ആദ്യം പറയുന്നത് ഇന്ന അത്യബമാക്കൽത്തും മിൻ കസ്ബിക്കും, നിങ്ങൾ ആളുകളോട് ചോദിക്കുന്നതൊന്നും ശരിയല്ല, മറിച്ച് നിങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും അത്യബായിട്ടുള്ള ഭക്ഷണം. എന്നിട്ട് ഒപ്പം തന്നെ പറഞ്ഞു വൈന ഔലാദകും മിൻ കസ്ബിക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടത് തന്നെയാണ്. മക്കൾ കൊണ്ടുവരുന്നത് അത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്നത് പോലെ തന്നെയാണ് എന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ അവൻ ഉപകരിക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവന് പരലോകത്ത് യാതൊരു ഉപകാരവും അവന്റെ ദുനിയാവിലുണ്ടായിരുന്ന അവന്റെ ഷറഫ് കൊണ്ടോ അവന്റെ സമ്പാദ്യം കൊണ്ടോ സന്താനങ്ങൾ കൊണ്ടോ ഇല്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും അഷ്റഫായ ഒരു ഗോത്രത്തിലാണ് യഥാർത്ഥത്തിൽ ആരുള്ളത്? അബൂലഹബുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽ മുട്ടുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ഉപ്പയുടെ ഉപ്പയിലായി വരുന്ന ഒരാളാണ് അബ്ദു മനാഫ് എന്ന് അബൂലഹബിന്റെയും അതുപോലെ തന്നെ അവന്റെ ഭാര്യയായ ഉമ്മു ജമീല എന്ന് പറയുന്ന ഈ ഉംറഅത്തുഹു എന്ന് പറഞ്ഞ അവന്റെ ഭാര്യ, ഈ രണ്ടു കൂട്ടരുടെയും നസബ് പോയി നോക്കിക്കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അതായത് ഖുറൈശികളാണ്, ഏറ്റവും ഉന്നതരായ തറവാടികളാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അങ്ങനെ അവന്റെ എത്ര വലിയ തറവാട്ടിലായി വലിയ മക്കളുണ്ട്, സമ്പാദ്യം ഒരുപാടുണ്ട്, ധനമുണ്ട്, ഇതൊന്നും പരലോകത്ത് അവന് യാതൊരു ഉപകാരവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുകയാണ്. അതൊന്നും ഉപകരിക്കുകയില്ല.
മറിച്ചോ സയസ്ലാ നാറൻ ദാത ലഹബ്, തീജ്വാലകളുള്ള നരകത്തിൽ അവൻ പ്രവേശിക്കുന്നതാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. തീജ്വാലകളുള്ള നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. സയസ്ല എന്നാണ് പറയുന്നത്. ആ സീൻ പൊതുവെ ഉദ്ദേശിക്കുന്നത് ഒരു ഭാവിയിൽ സംഭവിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ ഭാവിയിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞിട്ട് സംഭവിക്കുക എന്ന അർത്ഥമില്ല, മറിച്ച് അത് അടുത്ത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് അടുത്ത് തന്നെയാണെന്ന് പറയുന്നത്? കാരണം ഒരാൾ പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ദുനിയാവിൽ അവൻ 1000 അല്ല 10,000 വർഷങ്ങൾ ഖബറിൽ കിടന്നാൽ പോലും അത് വളരെ നിസ്സാരമായ സമയമാണ്. നാളെ പരലോകത്ത് വെച്ച് ആളുകൾ പറയുന്നത് കഅന്നഹും യൗമ യറൗന മാ യുഅദൂന ലം യൽബസു ഇല്ലാ സാഅതൻ മിൻ നഹാർ. നമ്മൾ ദുനിയാവിൽ ഇതാ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അത്ര അതുമാത്രമേ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നാണ് പറയുക. കേവലം ഈ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, ഈ ജീവിതം കഴിഞ്ഞ് അതിനുശേഷം ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 വർഷങ്ങളൊക്കെ ആളുകൾ ഖബറിൽ കിടക്കുന്നവരുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള മനുഷ്യന്മാരെന്നും ഖബറിലാണ്, മണ്ണിനടിയിലാണ്. അപ്പോൾ അവരൊക്കെ അത്ര കാലം കിടന്നാൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം, അവർ നാളെ പറയുക നമ്മൾ ഭൂമിയിൽ കുറച്ചു കാലേ ജീവിച്ചിട്ടുള്ളൂ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ടാണ് പരലോകവും സ്വർഗവും നരകവും ഒക്കെ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയുന്നത്. അത് തീർച്ചയായും സംഭവിക്കുന്നതാണ്. നാളെ പരലോകത്തിന്റെ സമയമായി തട്ടിച്ചു നോക്കിയാൽ അടുത്ത് തന്നെയാണ്. നിങ്ങൾ കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുന്നുള്ളൂ, കുറെ കാലമൊന്നും ഇവിടെ ജീവിക്കുകയില്ല. അതുകൊണ്ട് അത് അടുത്ത് തന്നെയാണ് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അവൻ പ്രവേശിക്കുന്നതായിരിക്കും തീജ്വാലയുള്ള കത്തിയാളുന്ന നരകത്തിൽ അവൻ പ്രവേശിക്കും. ഉംറഅതുഹു, അവന്റെ ഭാര്യയും പ്രവേശിക്കുന്നുണ്ട്. ഹമ്മാലത്തൽ ഹതബ്, അവൾ വിറക് ചുമക്കുന്നവളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവൾ വിറക് ചുമക്കുന്നവളാണ് എന്ന് പറഞ്ഞത്? അതിനൊരുപാട് തഫ്സീർ കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞത് അവൾക്കൊരു വിശേഷണം പറഞ്ഞതാണ്, അവൾ വിറക് ചുമക്കുന്നു എന്നുള്ളത് ഒരു വിശേഷണമായി പറഞ്ഞതാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അതൊരു കേവലം ഒരു വിശേഷണമായി പറഞ്ഞതാണെങ്കിൽ അതൊരു ആക്ഷേപം പോലെ ആയി പോകും. അപ്പോൾ വിറക് ചുമക്കുക എന്നുള്ളത് ഒരു ആക്ഷേപം പോലെയുള്ള ഒരു കാര്യമായി തീരും. അപ്പോൾ ഒരിക്കലും അത് കേവലം ആ നേർക്കുനേരെയുള്ള വിറക് ചുമട്ടുകാരിയാണ് എന്നൊരു ആക്ഷേപിച്ച് പറഞ്ഞതല്ല. കാരണം വിറക് ചുമക്കുക എന്നുള്ളത് ആക്ഷേപമായി പറയേണ്ടതായ ഒരു കാര്യമല്ല. സ്വഹാബികളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ്. പ്രധാനികളായ സ്വഹാബിമാരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അമീറുമാരായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന വേളയിൽ പോലും വിറക് ചുമട്ട് നടത്തി അത് കൊണ്ടുപോയി വിറ്റിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരധ്വാനിച്ചിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് യാചിച്ച് നടക്കുന്ന ആൾക്കാരോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ആളുകളോട് യാചിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് മലമുകളിൽ പോയി വല്ല മരവും വെട്ടി അത് വിറകുകളാക്കി അത് കൊണ്ടുപോയി ചുമന്ന് അത് വിറ്റിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ആളുകളോട് യാചിച്ച് ഒരു രൂപ കിട്ടുന്നതിനേക്കാളും അവൻ സ്വന്തമായി വേർപ്പൊഴുക്കി അധ്വാനിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വിറക് ചുമക്കുക എന്നുള്ളത് ഒരു ആക്ഷേപമായി പറയാൻ സാധ്യതയില്ല. അതുകൊണ്ട് നേർക്കുനേരെ വിറക് ചുമക്കുക എന്നുള്ള കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറയുന്നത് ആ സ്ത്രീ വലിയ നമീമത്തുകാരിയായിരുന്നു, അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. എന്തുകൊണ്ടാണ് നമീമത്തുകാരിയെ അഥവാ ഏഷണി പറയുന്ന, പരദൂഷണവും ഏഷണിയുണ്ട്. ഏഷണി എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾക്കിടയിൽ തെറ്റായ രൂപത്തിൽ വാർത്തകൾ എത്തിക്കുക. അതായത് ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അത് വേറൊരു നിലക്ക് മറ്റൊരാളോട് പറയും നിന്നെക്കുറിച്ച് ഇത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കും. അപ്പോൾ അതെടുത്തിട്ട് ആദ്യത്തെ ആളോട് പറയും അപ്പോൾ ഇതാ ഇയാൾ ഇങ്ങനെയൊക്കെയാണ് നിന്നെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തെറ്റായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് പരസ്പരം തെറ്റിക്കുന്ന ആളുകളെല്ലാം നമീമത്തുകാരാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അത് വളരെ കൂടുതലായ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇവർ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അറബി ഭാഷയിൽ അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ ഏഷണി പറയുന്നവരെ ഹമ്മാലത്തുൽ ഹത്തബ്, വിറക് ചുമട്ടുകാരെന്ന് പറയാൻ കാരണം വിറക് ചുമട്ടുകാർ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചുമന്നു കൊണ്ടുപോകുന്നത്? കത്തിക്കാനാണ്. ഈ പണി തന്നെയാണ് നമീമത്തുകാരും എടുക്കുക. കൽബുകൾക്കിടയിൽ പരസ്പരം കത്തിക്കുക എന്നുള്ളതാണ്. ആളുകൾക്കിടയിൽ കൽബുകൾ പകയും വിദ്വേഷവും കൊണ്ട് കത്തിക്കുക എന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ നമീമത്തുകാർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ പൊതുവെ വിറക് ചുമട്ടുകാരെന്ന് അറബി ഭാഷയിലും പറയാറുണ്ട്. അപ്പം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ ഏറ്റവും ശരിയായി മനസ്സിലാകുന്നത് വല്ലാഹു അലം, മൂന്നാമത് ചില പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായമാണ് ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് കിട്ടിയിട്ടുള്ളൊരു ശിക്ഷയാണ്. ദുനിയാവിൽ അബൂലഹബിനെ എല്ലാ നിലക്കും സഹായിക്കുന്നവളായിരുന്നു ഇവൾ. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന എല്ലാ കാര്യത്തിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കുന്നതിന് വേണ്ടി മരുഭൂമിയിലും മറ്റുമൊക്കെ പോയി വിറക് വെട്ടിക്കൊണ്ടുവരിക, മുള്ളുകൾ ശേഖരിച്ചു കൊണ്ടുവരിക, അങ്ങനെ അതൊക്കെ അവിടുന്ന് നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വിതറുക, അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും
അതിനു പുറമെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ അബൂലഹബ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊക്കെ സഹായിയായി ഈ സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ സഹായിയായി നിന്നതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് അബൂലഹബിനെ നരകത്തിൽ കത്തിയെരിക്കുന്ന സമയത്ത് ആ കത്തിക്കാൻ വേണ്ടി ഇന്ധനങ്ങൾ അത് മനുഷ്യന്മാരും കല്ലുകളും ഒക്കെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കത്തിക്കുന്നതിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി ഇവൾക്ക് നരകത്തിൽ അങ്ങനെ ഒരു ശിക്ഷ കൂടിയാണ്. അതാ സ്വന്തം ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവിടെ വിറകുകൾ ചുമന്നുകൊണ്ടുവന്ന് അവിടെ കൊണ്ടിടും. അങ്ങനെ അത് വീണ്ടും കത്തുന്നതായിരിക്കും. അങ്ങനെ അവർ അങ്ങനെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. പരലോകത്ത് ദുനിയാവിൽ ചെയ്ത അതേ പണി തന്നെ, അത് അവനെ സഹായിക്കുക, അവനെ കത്തിക്കാൻ സഹായിക്കുകയാണ്. ദുനിയാവിൽ അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കാൻ സഹായിച്ചെങ്കിൽ പരലോകത്ത് അവനെ കത്തിക്കാനായിരിക്കും അവൾ സഹായിക്കുക. അപ്പം ആ ചുമട്ടുകാരിയാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ആയത്തിൽ പറഞ്ഞു ഫി ജീദിഹ ഹബലും മിൻ മസദ്, അവളുടെ ജീദിൽ അഥവാ അവളുടെ ഉനുക്കിൽ കഴുത്തിലുണ്ട് ഹബലും മിൻ മസദ്, ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈന്തപ്പന നാര് കൊണ്ടുള്ള കയറുമായി അവൾ നടന്നത്? പണ്ഡിതന്മാർ വിശദീകരിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഇവൾ മരുഭൂമിയിൽ പോയി വിറക് വെട്ടുമ്പോൾ ഈ വിറക് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് കയറ് വേണം, അല്ലാണ്ട് കൊണ്ടുവരാൻ പറ്റൂല. ഒരുപാട് വിറകായി കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊതുങ്ങൂല, അതിങ്ങനെ വരുന്ന വഴിയിലൊക്കെ ഊർന്ന് വീണു പോകും. അപ്പം അത് കെട്ടി ശരിയാക്കേണ്ടതുണ്ട്. അപ്പം ആ കെട്ടി ശരിയാക്കുന്നതിന് വേണ്ടി ഈന്തപ്പന നാര് കൊണ്ടുള്ള വലിയ കയറ് അവൾ അവളുടെ കഴുത്തിലിട്ടിട്ടാണ് മരുഭൂമിയിലേക്ക് പോയിരുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു നിന്ദ്യതയുടെ രൂപം കൂടിയാണ്. അവൾ വലിയ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. പക്ഷെ അതിൻ്റെ ഒരു പവറൊന്നും കാണിക്കാതെ ഇങ്ങനെ കയറൊക്കെ, അത് കാരണം മനസ്സിൽ മുഴുവൻ മറ്റൊരാൾ ഉപദ്രവിക്കണം എന്നായപ്പോൾ സ്വന്തം എത്രമാത്രം അപഹാസ്യരായി തീരുന്നു എന്നതൊന്നും ചിന്തിക്കാതെ അവളിങ്ങനെ കഴുത്തിൽ കയറ് ഇട്ടിട്ടാണ് മരുഭൂമിയിലേക്ക് പോയിരുന്നത് എന്നാണ്. അങ്ങനെ മരുഭൂമിയിൽ പോയിട്ട് അത് കയറൊക്കെ കെട്ടിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കുക എന്ന ചിന്ത മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത് അവളുടെ കഴുത്തിൽ ആ ഒരു കയറും കൂടി ഉണ്ടായിരിക്കും. അപ്പം അത് അവളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതായിരിക്കും പരലോകത്ത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ ഈ സൂറത്തിൽ പറയാം. അപ്പം ഈ സൂറത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരാൾ എത്ര വലിയ നസബ് കുടുംബ പരമ്പരയിൽ ഉണ്ടായാലും ശരി, അയാളുടെ ദീന് അയാൾക്കില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഖുർആൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, യഥാർത്ഥത്തിൽ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ ഇവരും നബി കുടുംബത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇവരും നബി കുടുംബത്തിൽ പെട്ട ആളുകൾ, അതായത് അതേ പരമ്പരയിലുള്ള ആളുകളാണ്. ആ പരമ്പരയിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി കുടുംബം തങ്ങന്മാരെന്നുള്ള നിലക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിലേക്ക് ഇവരുടെ നസബും സന്താന പരമ്പരയും എത്തുന്നുണ്ട്. പക്ഷേ അബൂബക്കറിനെയും ഉമറിൻ്റെയൊക്കെ സന്താന പരമ്പര കുറച്ച് പുറകിലേക്കാണ് എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് അപ്പുറത്തുള്ള പിതാമഹന്മാരിലേക്കാണ് എത്തുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ അടുത്ത അബ്ദുമനാഫിലേക്കാണ് ആരെത്തുന്നത്? ഈ പറയുന്ന അബൂലഹബും അവൻ്റെ ഭാര്യയായ ഉമ്മു ജമീലും. ഇവരൊക്കെ എത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത പിതാമഹന്മാരിലേക്കാണ്. അഥവാ കൂടുതൽ അടുപ്പം, കുടുംബക്കാരായിട്ട് കൂടുതൽ അടുപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് യാതൊരു ഉപകാരവും അവർക്കുണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ സമ്പാദ്യമോ അവൻ്റെ പ്രശസ്തിയോ അവൻ്റെ കുടുംബ പരമ്പരയോ അങ്ങനെ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്തെല്ലാം വലിയ പോരിശയുള്ള കാര്യങ്ങളോ ഒന്നും അവന് ദുനിയാവിലോ പരലോകത്തോ ഉപകരിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരാൾ എത്ര വലിയ ആളാണെങ്കിലും ശരി, ഞാൻ തങ്ങന്മാരുടെ കുടുംബത്തിലാണ്, ആരുടെ കുടുംബത്തിലായാലും ശരി, അയാൾക്ക് ദീനില്ലെങ്കിൽ യാതൊരു കാര്യം അതുകൊണ്ടില്ല. ദീനില്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയുടെ സഹോദരങ്ങളിൽപ്പെട്ട, എന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിക്കാതെ യാതൊരു കാര്യവുമില്ല. എത്ര വലിയ ഗോത്രത്തിലാണെങ്കിലും യാതൊരു കാര്യവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. എന്നാൽ അത്ര വലിയ ഗോത്ര പരമ്പരയിലൊന്നും പെടാത്ത ഒരടിമയായി ജീവിക്കേണ്ടി വന്ന ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലടിപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വർഗത്തിലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വലിയ കുടുംബ പരമ്പര നോക്കിയിട്ടോ മറ്റെന്തെങ്കിലും ഭൗതികമായ പ്രശസ്തിയോ നേട്ടമോ നോക്കിയിട്ടല്ല. ഇന്ന അഖ്റബക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും അടുത്ത ആളുകൾ അത്ഖാക്കും, തഖ്വയുള്ള ആളുകളാണ്. അതല്ലാതെ ഈ സന്താന പരമ്പരകളും മറ്റുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രം നിശ്ചയിച്ചതാണ്. നിങ്ങൾ ഇന്ന കുടുംബക്കാരാണ്, ഇന്ന ഏരിയയിലുള്ള ആൾക്കാരാണ്, ഇന്ന ആൾക്കാരാണ്, ഇതൊക്കെ കേവലം അറിയാൻ വേണ്ടി മാത്രമാണ്. പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ അറിയാൻ, ഇതിനു വേണ്ടി മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. അതല്ലാതെ കുടുംബ പരമ്പര കൊണ്ട് ഒരാൾ മറ്റൊരാളേക്കാൾ ദുനിയാവിൽ വലിയ മേന്മയുള്ള ആളാണ്,
ഇന്നാൾ കളറുള്ള ആളാണ്, അയാൾ മേന്മയുള്ളതാണ്, അയാൾ ഇന്ന രാജ്യക്കാരനാണ്, അതുകൊണ്ട് മേന്മയുണ്ട്. ഒരു കാര്യവുമില്ല. ഒരാൾ മക്കത്താകട്ടെ മദീനത്താകട്ടെ, അയാൾ എവിടെ ജനിച്ചു വളർന്നവനാകട്ടെ, എവിടെ ജീവിക്കുന്നവനാകട്ടെ, തഖ്വ ഇല്ല എങ്കിൽ യാതൊരു കാര്യവും അയാൾക്ക് ഉണ്ടാവുകയില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. രണ്ടാമത്തെ ഈ സൂറത്തിലുള്ള ഒരു ഫായിദയായി പാഠമായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ശിക്ഷക്ക് കൂട്ടുനിന്നാലും അയാൾക്കും അതിൻ്റെ ശിക്ഷ ഉണ്ടാകുമെന്നാണ്. അതായത് ഒരാൾ തിന്മക്ക് കൂട്ടുനിന്നാലും അയാൾക്കും അതിന് ശിക്ഷയുണ്ടാകും. അതായത് ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ സ്ത്രീ അബൂലഹബിൻ്റെ എല്ലാ തിന്മകൾക്കും കൂട്ടുനിൽക്കുകയാണ്. ഭാര്യമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭർത്താവ് ഒരു തിന്മയുടെ ആളാണെങ്കിൽ ഒരിക്കലും ഭർത്താവിന് കൂട്ടുനിൽക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. ഇനി തിരിച്ച് ഭർത്താവിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. ഭാര്യ തിന്മയുടെ ആളാണെങ്കിൽ അവളോടൊപ്പം കൂട്ടുനിൽക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതായ കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കുടുംബക്കാരെ റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വ്യത്യസ്ത രൂപത്തിലുള്ള കുടുംബക്കാരെ. ഒന്ന്, ഭാര്യയും ഭർത്താവുമെല്ലാം സൗഭാഗ്യവാന്മാരായി തീരുന്ന, അള്ളാഹുവിൻ്റെ നല്ല ഇഷ്ടദാസന്മാരായി തീർന്ന ആളുകളുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അതുപോലെ ആലു ഇമ്രാൻ, ഇങ്ങനെ ഒരുപാട് നബിമാരെ കുറിച്ച്, അല്ല നബിമാരിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. ഭാര്യയും ഭർത്താവും എല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേറെ ചില കൂട്ടർ ഈ പറഞ്ഞതുപോലെ രണ്ടുപേരും നിർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ, അബൂലഹബും അവൻ്റെ ഭാര്യയും പോലെ രണ്ടുപേരും തിന്മകളിൽ പരസ്പരം സഹായിച്ച് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളതുണ്ടായിട്ടുണ്ട്. വേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഭർത്താവ് സൗഭാഗ്യവാനും ഭാര്യ ദൗർഭാഗ്യവതിയുമായിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹു തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഭാര്യമാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവർ തൗഹീദിന് വേണ്ടി സഹകരിച്ചിട്ടില്ല. അവർ നാട്ടുകാരോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രവാചകന്മാരെ ചതിക്കുകയായിരുന്നു. അവർ തൗഹീദിനും സുന്നത്തിനും വേണ്ടി നിലകൊണ്ടിരുന്നില്ല. അപ്പം അങ്ങനെ സ്ത്രീകളുണ്ട്. ഇനി നേരെ തിരിച്ചുമുണ്ട്. ഭാര്യ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്ന സൗഭാഗ്യവതിയായിട്ടും ഭർത്താവ് ദൗർഭാഗ്യവാനായിട്ടും, ഫിർഔനിനെ പോലെ ആസിയ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നവളായിരുന്നു. എന്നാൽ ഫിർഔൻ അള്ളാഹുവിനെ ഏറ്റവും വലിയ രൂപത്തിൽ ധിക്കരിച്ച ആളുകളായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പലതിനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞ ആളുകളാണ് പൂർണ്ണമായി വിജയിച്ചവർ. രണ്ടു കൂട്ടരും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്ന കാര്യത്തിൽ പരസ്പരം സഹായിച്ചവരാണ്. എന്നാൽ മൂന്നാമത് പറഞ്ഞവർ നാലാമത് പറഞ്ഞ ഈ സ്ത്രീയുടെ കാര്യം അവർ വിജയിച്ചവരാണ്. അല്ലെ, ഈ പറഞ്ഞ കാര്യം ഒന്നാമത് പറഞ്ഞത് രണ്ടു കൂട്ടരും പരസ്പരം സഹായിക്കുന്നവരാണ് വിജയിച്ചവർ. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സഹായിക്കുന്ന കാര്യത്തിൽ മാത്രം, അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്ന കാര്യത്തിൽ മാത്രം ഭർത്താവിനെ സഹായിക്കുന്ന, ഭർത്താവിനോടൊപ്പം പങ്കുചേരുന്ന ആളുകൾ മാത്രമാണ് വിജയിച്ചതായിട്ട് ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഭാര്യമാരെ സഹായിച്ചവർ തീർച്ചയായും നഷ്ടത്തിലാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ തിന്മകൾ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതും വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഒരാൾ മറ്റൊരാൾ ആക്രമിക്കാൻ പോവുകയാണ്, ഒരിക്കലും തന്നെ നീ അതിൻ്റെ കൂടെ ഭാഗവാക്കാക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ശിക്ഷ നാളെ നിനക്കുണ്ടാകും. നീ ഒരു തിന്മയുടെ ഭാഗവാക്കായി മൂളി നിന്നാലും ശരി, നിന്റെ മൗനാനുവാദം നൽകിയാലും ശരി, നീ അതിൻ്റെ ഭാഗവാക്കാൻ. നിനക്കറിയാം ഒരാൾ മറ്റൊരാൾ ആക്രമിക്കാൻ പോവുകയാണ്, അപ്പം നീ അതിനെ കാണാത്തതുപോലെ നിൽക്കുക, നീ അതിന് സമ്മതം നൽകുക. അത് നീ അതിനോടൊപ്പം ചേർന്നു എന്നുള്ള തെളിവാണ്. നീ അതിനോടൊപ്പം ഒരിക്കലും ചേരാൻ പാടില്ല. മാനസികമായിട്ടോ ഒരു നിലക്കോ നീ ആ തിന്മയോടൊപ്പം ഒരിക്കലും ഭാഗവാക്കാൻ പാടില്ല. അങ്ങനെ ഭാഗവാക്കായ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൾക്കും കടുത്ത ശിക്ഷയുണ്ട് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വംറഅതുഹു, അവൻ്റെ ഭാര്യയും ആ കത്തിയാളുന്ന നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഒരു സൂറത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതിനുശേഷമുള്ള സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതകളുള്ള സൂറത്തുകളിൽപ്പെട്ട സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അത് പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ വിശദീകരണം നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമുക്കറിയാവുന്ന പോലെ തന്നെ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, അതല്ലെങ്കിൽ സൂറത്തു ഖുൽ ഹുവല്ലാഹു അഹദ്.
തുടങ്ങിയ പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ സൂറത്ത്, ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ചില ഹദീസുകളെല്ലാം വന്നിട്ടുണ്ട്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അന്ന റജുലൻ സമിഅ റജുലൻ യഖറ ഖുൽ ഹുവല്ലാഹു അഹദ് യുറദ്ദിദുഹ. ഒരിക്കൽ ഒരു മനുഷ്യൻ, അത് സംഭവിക്കുന്നത് ഖിയാമുൽ ലൈലിലാണ്, രാത്രി നിസ്കാരത്തിൽ ഇയാൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, അത് ഖുൽ ഹുവല്ലാഹു അഹദ്, അത് മാത്രം ഇങ്ങനെ പാരായണം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. ഫലമ്മ അസ്ബഹ ജാഅ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു. രാവിലെ ആയപ്പോൾ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ ഈ കേട്ട വ്യക്തി റസൂലുള്ളാഹിനോട് ഈ കാര്യം പറഞ്ഞു, ഇത് ഒരാൾ ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വകഅന്ന റജുല യതഖാല്ലുഹ. അബൂ സഈദ് ഖുദ്രി പറയാണ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്ക് പറയാൻ വന്ന വ്യക്തി എന്തോ ഇത് ഒരു ചെറിയ നിസാരമായ കാര്യം ചെയ്തതുപോലെയാണ് പറയുന്നത്. അതായത് വലിയ സൂറത്തൊന്നും ഓതിയില്ല, ഈ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ആകെ ഓതുന്നത് എന്ന രൂപത്തിൽ പറഞ്ഞതുപോലെയാണ് എന്നാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ഇന്നഹാ ലതഅദിലു സുൽസൽ ഖുർആൻ. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, അത് അല്ലാഹു തന്നെ സത്യം, ഇന്നഹാ ലതഅദിലു സുൽസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 തുല്യമാണ് ഈ സൂറത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ 2 നിലക്ക് അതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. 1/3 എന്ന് പറഞ്ഞാൽ ഒന്ന് അതിന്റെ അജ്റിന്റെ കാര്യത്തിൽ തന്നെയാണ്, പ്രതിഫലത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് ഖുർആനിന്റെ 1/3 അയാൾ ഓതി തീർത്താൽ എത്ര പ്രതിഫലമാണോ അള്ളാഹു രേഖപ്പെടുത്തുക അത് തന്നെ രേഖപ്പെടുത്തും. എന്നാൽ അതിന് പകരമാകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കണം. അതിന് പകരമാകുന്നില്ല, അഥവാ ഒരാൾ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അയാൾ ഖുർആൻ മുഴുവൻ ഓതിയതിന് പകരമല്ല, അതിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് മനസ്സിലാക്കി തരാൻ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം 3 ഖുൽ ഹുവല്ലാഹു അത് ഓതിയാൽ അയാൾക്ക് പിന്നെ ഫാത്തിഹ ഓതേണ്ടതില്ലേ? തീർച്ചയായും ഓതേണ്ടത്. കാരണം 3 ഖുൽ ഹുവല്ലാഹു അത് ഓതിയൊക്കെ എന്തായാലും ഖുർആൻ പൂർണ്ണമായില്ലേ? 3 പ്രാവശ്യം ഖുർആൻ ഓതിയതിന് തുല്യ, 1 പ്രാവശ്യം പൂർണ്ണമായി ഖുർആൻ ഓതിയതിന് തുല്യ. അപ്പൊ അതിൽ സൂറത്തുൽ ഫാത്തിഹയും പെട്ടിട്ടുണ്ടാകണം. പക്ഷെ ഫാത്തിഹ ഓതിയതിന് പകരമാകുന്നില്ല. അങ്ങനെ ഓതിയാൽ അത് നിസ്കാരം ശരിയാവുന്നില്ല. കാരണം സൂറത്തുൽ ഫാത്തിഹ ഓതാത്തവൻ നിസ്കാരമില്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. അപ്പൊ പകരമാകുന്നില്ല, പ്രതിഫലമാണ് ലഭിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരാൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ അയാൾ അടിമകളെ മോചിപ്പിച്ചതിന്റെ, ചിലതിൽ 4 അടിമകൾ അല്ലെങ്കിൽ 10 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പക്ഷേ ഒരാൾക്കൊരു കഫാറത്തുണ്ടായി. ദീനിൽ പല കഫാറത്തിനും അടിമകളെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യമുണ്ട്. അതില്ലെങ്കിലാണ് അടുത്തതിലേക്ക് പോകുന്നത്. ഒരാൾക്കൊരു കഫാറത്തിന് വേണ്ടി ഈ സിക്ർ ചൊല്ലിയാൽ മതിയോ? പോരാ. കാരണം അത് പകരമാവുകയില്ല, അതിന് പകരമാവുകയില്ല, പ്രതിഫലമാണ് ഒരാൾക്ക് ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ ഫജറിന് ശേഷം ഒരാൾ സൂര്യോദയം കഴിഞ്ഞ് 15-20 മിനിറ്റ് വരെ അവിടെ ഇരുന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു ഹജ്ജ് മെമ്മറിയും ചെയ്തതിന് പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരാളത് ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാളുടെ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ഹജ്ജ് എന്താവുകയില്ല, വീടപ്പെടുകയില്ല. ഹജ്ജ് അയാൾ സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടെങ്കിൽ, അതിൻ്റെ പോകാനുള്ള കാര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിർബന്ധമായി തീരും. ഇത് ചെയ്തതുകൊണ്ട് കാര്യമില്ല. പക്ഷെ അതിന്റെ പ്രതിഫലം ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. അപ്പൊ ഖുർആൻ ഒരാൾക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ വെറുതെ ഓതിയാൽ തന്നെ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അത്രയും പ്രതിഫലം നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഓർമ്മയുള്ള സമയത്തൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ചില സ്വഹാബിമാർ പറയുന്നുണ്ട്, ഇത് കേട്ടതിന് ശേഷം ഞാൻ ഒരു രാത്രിയിലും ഇത് ഓതാതിരുന്നിട്ടില്ല എന്നാണ്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ നമ്മൾ ഓതിയാൽ മതി. ഖുൽ ഹുവല്ലാഹു അഹദ് ഔദു ബിസ്മി ഓതി ഈ സൂറത്ത് ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ 1/3 ഓതിയതിന്റെ പ്രതിഫലം നമുക്ക് നൽകും. പക്ഷെ ഇത് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നത് നിർത്താൻ പാടില്ല. അത് വേറെയാണ്. നമ്മൾ ഓരോ മാസവും ഒരു ഖത്മ് പൂർത്തിയാക്കുക എന്നുള്ള കാര്യം അത് വേറെ നമ്മൾ ചെയ്യണം. പക്ഷെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട, നമുക്ക് ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇതിന്റെ അവതരണ പശ്ചാത്തലമായി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അന്നൽ മുശ്രിക്കീന ഖാലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കുകൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉൻസുബ് ലനാ റബ്ബക്. ഒരു പരിഹാസ രൂപയാണ് അവർ ചോദിച്ചത്, നീ നിന്റെ റബ്ബിന്റെ നെസബ് നമുക്ക് പറഞ്ഞു തരണം. എന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബിന് എന്തോ ഒരു പരമ്പര, സന്താന പരമ്പര ഉള്ളതുപോലെ. സാധാരണ ഒരു വലിയൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ നെസബ് പറയാൻ പറഞ്ഞാൽ ഇന്ന ഗോത്രത്തിലാണ്, അയാളുടെ വാപ്പ ഇന്നതാണ്, അയാൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ റബ്ബിനെ പരിഹസിച്ചു കൊണ്ടുള്ള ഒരു രീതിയിലാണ് അവർ പറഞ്ഞത്. നിന്റെ റബ്ബിന്റെ ആ ഒരു എന്താണ് സ്ഥാനം, ഏതാണ് ഗോത്രം, അങ്ങനെയൊക്കെയാണോ? കാരണം അവരൊക്കെ ആരാധിക്കുന്നത് അങ്ങനെയുള്ള ലാത്തയും ഉസ്സയും മനാത്തയൊക്കെയാണ്, ജീവിച്ചു മരിച്ചുപോയ മനുഷ്യന്മാരൊക്കെയാണ്. അപ്പൊ അതേപോലെ പരിഹസിച്ച് നിന്റെ റബ്ബിന്റെ നെസബ് ഒന്ന് പറയും എന്ന് പറഞ്ഞപ്പോൾ
ഫഅൻസല അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് ഇറക്കി, ഈ സൂറത്ത് ഇറക്കി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കി. എന്താണ് സഹോദരങ്ങളെ ഈ ആയത്ത്? എല്ലാവർക്കും അറിയുന്ന അർത്ഥമാണ് ഇതിനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വതആല നബിയോട് പ്രഖ്യാപിക്കാൻ പറയാൻ, അതല്ലെങ്കിൽ ചോദിച്ചു വന്ന മുശ്രിക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയെ പരിചയപ്പെടുത്താൻ പറയാൻ. ഖുൽ, നബിയെ പറയുക, ഹുവല്ലാഹ്, അവനാകുന്നു അല്ലാഹ്, അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു എന്ന് പ്രഖ്യാപിക്കുക നബിയെ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയാൻ. റബ്ബ് സുബ്ഹാനഹു വതആല അവനെ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം അവൻ അഹദാണ് എന്നാണ്, ഏകനാണ് എന്നാണ്. എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഏകനാണ്. അവൻ ഏത് കാര്യത്തിലാണ് ഏകനല്ലാത്തത്? അവനെപ്പോലെ എന്താണുള്ളത്? ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ യാതൊന്നും തന്നെ ഇല്ല. അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായ ഏകനായ ഒരുവനാണ്. അവനെപ്പോലെ ഏതെങ്കിലും ഒരു ഗുണമുള്ള ഒരാളുമില്ല. അവനെപ്പോലെ ന്യൂനതകൾ ഇല്ലാത്തതായ ഒന്നും തന്നെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാണ്. അവന്റെ റുബൂബിയത്തിന്റെ കാര്യത്തിലാകട്ടെ, ഉലൂഹിയത്തിന്റെ കാര്യത്തിലാകട്ടെ, അവന്റെ അസ്മാകളുടെയും സിഫാത്തുകളുടെയും കാര്യത്തിലാകട്ടെ അവൻ ഏകനാണ്. ആകാശഭൂമികളെ പടച്ചത് അവൻ ഒറ്റക്കാണ്, അതിനെ നിയന്ത്രിക്കുന്നത് അവൻ ഒറ്റക്കാണ്, അതിനെ പരിപാലിക്കുന്നത് അവൻ ഒറ്റക്ക് മാത്രമാണ്, അതിനെ നിയന്ത്രിക്കുന്നത് അവൻ ഒറ്റക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ള അൽ ഇലാഹ്. അവൻ ഏകനാണ്, അവന് മാത്രമാണ് അതിന് അർഹതയുള്ളത്. അല്ലാഹു അഹദാണ്. അവന്റെ ഓരോ നാമങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ ഉള്ളൂ. അവന് റബ്ബ് സുബ്ഹാനഹു വതആലക്ക് യോജിക്കുന്ന പോലെ അവന്റെ ആ നാമങ്ങളോ സിഫാത്തുകളോ വിശേഷണങ്ങളോ മറ്റൊരാൾക്കും യോജിക്കുകയില്ല. അല്ലാഹു അഹദാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് അല്ലാഹു സമദ്, അല്ലാഹു അസ്സമദാകുന്നു എന്നാണ്. എന്താണ് സമദ് എന്ന് പറയുന്നത്? നേർക്കുനേരെ അതിന്റെ ഭാഷാർത്ഥം പറയുന്നതിനേക്കാൾ അതിന്റെ വിശദീകരണം മനസ്സിലാക്കുക എന്നതിലാണ് കാര്യം. സമദ് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അസ്സമദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹുൽ കാമിലു ഫീ സിഫാത്തിഹി, എല്ലാ വിശേഷണങ്ങളിലും ഏറ്റവും പൂർണ്ണതയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നാണ്. മനുഷ്യന്മാർക്ക് ഓരോ വിശേഷണങ്ങളുണ്ട്. ഭംഗിയുള്ളവൻ അതൊരു വിശേഷണമാണ്, നീളമുള്ളവൻ ഒരു വിശേഷണമാണ്, അതല്ലെങ്കിൽ ശക്തിയുള്ളവൻ വിശേഷണമാണ്. ഇങ്ങനെ പല വിശേഷണങ്ങളും മനുഷ്യന്മാർക്കുണ്ട്. അപ്പൊ അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതിന്റെ ഏറ്റവും പൂർണ്ണതയിലുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇപ്പൊ മനുഷ്യന്മാർ ജീവിക്കുന്നവൻ എന്ന് പറയുന്ന വിശേഷണമാണ്, പക്ഷേ ആ ജീവിക്കുന്നതിന് മുമ്പ് അവർ മരിച്ചവരാണ്, ഇനി അവർ വീണ്ടും മരിക്കാനുള്ളവരുമാണ്. ഇനി അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ഉറങ്ങുമ്പോൾ അവർ മരിക്കുന്നവരാണ്, മരിച്ചവരെ പോലെ ഒന്നും അറിയുന്നില്ല. അവരുടെ ജീവിതത്തിന് കുറവുകളുണ്ട്, ആ വിശേഷണത്തിന് കുറവുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നൊന്നും ജീവിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അവൻ ഉറക്കമോ തൂക്കിയുറക്കമോ ഒന്നും തന്നെ അവന് ബാധിക്കുന്നില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വതആലക്കുണ്ട് എങ്കിൽ അത് ഏറ്റവും പരിപൂർണമായതാണ്. അല്ലദി ഇഫ്തഖറത് ഇലൈഹി ജമീഉ മഖ്ലൂഖാതിഹി, ആ വിശേഷണങ്ങളിലേക്ക് അവനിലേക്ക് അവന്റെ മുഴുവൻ പടപ്പുകളും ആവശ്യക്കാരായി ചെന്നെത്തുന്നതാണ്. അങ്ങനെയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത്. ഇത് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം കൊടുത്തൊരു തഫ്സീറിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അന്ന സമദ ഹുവൽ കാമിലു ഫീ ഇൽമിഹി അൽ കാമിലു ഫീ ഹിൽമിഹി അൽ കാമിലു ഫീ ഇസ്സതിഹി അൽ കാമിലു ഫീ ഖുദ്റതിഹി, അങ്ങനെ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അസ്സമദ് എന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും പൂർണ്ണമായ അറിവുള്ളവനാണ്. സമദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായ സഹനശക്തിയുള്ളവനാണ്. സമദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായ പ്രതാപമുള്ളവനാണ്, ഇസ്സത്തുള്ളവനാണ്. സമദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണതയുള്ള കഴിവുള്ളവനാണ്, ഖുദ്റത്തുള്ളവനാണ്, എല്ലാത്തിനും പ്രാപ്തിയുള്ളവനാണ് എന്നൊക്കെ മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് ഏറ്റവും പൂർണ്ണതയുള്ളത് എന്നാണ്. അപ്പൊ അല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ പോലെ മറ്റൊരാളുമില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതിനെല്ലാം നിഷേധിക്കുമ്പോൾ, ലാ ഇലാഹ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും നമ്മൾ നിഷേധിക്കണം, ഒരു ഇലാഹുമില്ല എന്നതുപോലെയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു മാത്രമാണ് ഏകൻ, അവനെ പോലെ മറ്റൊരാളുമില്ല. പിന്നീട് നമ്മൾ പറയുന്നത് ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്, അല്ലാഹു ഒരു ഇലാഹുമില്ല അല്ലാഹു അല്ലാതെ എന്നാണ്, ഇസ്ബാത്താണ്. അതേപോലെയാണ് അല്ലാഹു സമദ്, എല്ലാ പൂർണ്ണതകളും അവന് മാത്രമാണ്, അല്ലാഹുവിനെ പോലെ ആരുമില്ല, അവൻ ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, എന്നിട്ട് എല്ലാ പൂർണ്ണതയും അല്ലാഹുവിനാണ്. അല്ലാഹു അസ്സമദ്, എല്ലാ പൂർണ്ണതയുമുള്ള സിഫാത്തുകളുള്ള മുഴുവൻ പടപ്പുകളും ആരിലേക്കാണോ ആവശ്യക്കാരനായിട്ടുള്ള അങ്ങനെ ഒരുവനെയാണ് അസ്സമദ് എന്ന് പറയുന്നത്. അത് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു അസ്സമദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അല്ലാഹു അസ്സമദ്, അല്ലാഹു അസ്സമദാകുന്നു. എല്ലാ സൃഷ്ടികളും അവനിലേക്ക് ആവശ്യക്കാരാണ്. എല്ലാ സിഫാത്തുകളുടെയും വിശേഷണങ്ങളുടെയും പൂർണ്ണത അവനിലാണുള്ളത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറഞ്ഞത് ലം യലിദ്
വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ഒന്നിനെയും ജനിപ്പിക്കുന്നില്ല, അവൻ ജനിച്ചിട്ടുമില്ല എന്നാണ്. അവൻ ആരുടെയും പുത്രനല്ല, അവൻ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. ഇത് പറയാനുള്ള കാരണമുണ്ട്. കാരണം ഇത് മക്കയിൽ ഉണ്ടായിരുന്ന, അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി അഭിസംബോധന ചെയ്തിരുന്ന 3 വിഭാഗം ആളുകൾക്കുള്ള മറുപടിയാണ്. മക്കയിലെ മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ, അവർ മലായിക്കത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പെൺമക്കളാണ് എന്ന് വാദിച്ചിരുന്നു. അത് അള്ളാഹുവിൻ്റെ ബനാത്താണ്, പെൺമക്കളാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. നസറാണികൾ അവർ പറഞ്ഞു ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ്, ഈസ ബിനുല്ലാഹ് നഊദു ബില്ലാഹ് എന്ന് അവർ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഉസൈറാണ് അള്ളാഹുവിൻ്റെ പുത്രൻ എന്ന് യഹൂദരും പറഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ലം യലിദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, വലം യൂലദ്, അവൻ ആരുടെയും പുത്രനായി ജനിച്ചിട്ടുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു റബ്ബിന് യോജിച്ചിട്ടുള്ള കാര്യമല്ല. കാരണം ഒരാൾക്ക് കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാൾക്ക് കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് കുട്ടി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതൊരു പൂർണ്ണതക്ക് കുറവുള്ള കാര്യമാണ്. അപ്പം അയാൾക്ക് എപ്പോഴാണ് കുട്ടി ഉണ്ടാകുന്നത്? അതിന് മുമ്പുള്ള കാലഘട്ടം അയാൾക്ക് അതില്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതൊരു അപൂർണതയാണ്. അതുപോലെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് അത് പിതാക്കളോടുള്ള ഷബീഹായിരിക്കും, അതിന് സാദൃശ്യമുള്ള ആളുകളായിരിക്കും. അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറഞ്ഞു, ഇന്നഹാ ബദഅത്തും മിന്നി, തീർച്ചയായും അവൾ എൻ്റെ കഷ്ണമാണ്, ചിലയിടത്തിൽ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കാണാൻ സാധിക്കും മക്കൾ എന്ന് പറയുന്നത് പിതാവിൻ്റെ ആ ക്വാളിറ്റികൾ, അതിൻ്റെ ഗുണങ്ങളുള്ള ആളുകളായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെപ്പോലെ ആരുമില്ല, അവൻ അഹദാണ്. അങ്ങനെ അഹദായ ഒരുവൻ എങ്ങനെയാണ് പുത്രൻ ഉണ്ടാവുക, പുത്രി ഉണ്ടാകുക? അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചില്ല, അന്നാ യകൂനു ലഹു വലദ്, അവൻ എങ്ങനെയാണ് സന്താനം ഉണ്ടാകുക? വലം തകുൻ ലഹു സാഹിബ, അവനൊരു ഇണയുണ്ടായിട്ടില്ലല്ലോ, ഒരു സാഹിബത്ത് കൂട്ടുകാരി ഉണ്ടായിട്ടില്ലല്ലോ, ഒരു ഭാര്യ ഉണ്ടായിട്ടില്ലല്ലോ, അവരെങ്ങനെയാണ് അത് ഉണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ പുത്രനുണ്ട് എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ അള്ളാഹു ആക്ഷേപിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും വലിയ ആക്ഷേപം ആക്ഷേപിക്കുകയാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ പല സ്ഥലത്തും റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ സംസാരിച്ചിട്ടുള്ളത്. ആകാശ ഭൂമികൾ വിണ്ടുകീറാറായിട്ടുണ്ട്, അത് പൊട്ടിത്തകരാറായിട്ടുണ്ട്. കാരണം അവർ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിച്ചു കളഞ്ഞു എന്നാണ്. കാരണം അള്ളാഹുവിന് ഒരാൾ ആക്ഷേപിക്കുന്ന ഏറ്റവും വലിയ ന്യൂനതകളിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന് സന്താനമുണ്ട് എന്നുള്ളത്. അതൊരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നല്ല ഗുണമല്ല. അള്ളാഹു തആലക്ക് അങ്ങനെ സന്താനമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ നസാറാക്കളും അതുപോലെ യഹൂദരുമൊക്കെ ഈ പോഴത്തം വിശ്വസിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരുത്തുകയാണ്. ലം യലിദ് വലം യൂലദ്, അവനൊന്നിനും ജന്മം നൽകിയിട്ടില്ല, അതുപോലെ തന്നെ അവൻ ജനിച്ചിട്ടുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. കാരണം അവൻ ആരുടെയെങ്കിലും പുത്രനായി ജനിക്കുകയാണെങ്കിൽ അവനേക്കാളും ശക്തി അവൻ ആ ജന്മം നൽകിയ ആൾക്കായിരിക്കണം. അവൻ ആർക്കെങ്കിലും ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ ജന്മം നൽകിയ ആളുകൾക്ക് ആ ഉലൂഹിയത്തിന്റെ എന്തെങ്കിലും അംശം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. കാരണം അള്ളാഹു അഹദാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അഹദാണ്. അതുകൊണ്ടാണ് അവസാനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് പേരൊത്ത യാതൊന്നും തന്നെയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരാളും തന്നെയില്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയെ പോലെ ഒരാളുമില്ല എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞതിൽ വേറെ ചില താല്പര്യങ്ങളുമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ ആളുകളും ആശ്രിതരാണ്, എല്ലാ ആളുകളും ആശ്രിതരാണ്. ആ ആശ്രിതരാവേണ്ടവർ നേരിട്ട് തന്നെ അള്ളാഹുവിനോട് ആശ്രിതരാകണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവന് ഇനി ഒരാളെ ആശ്രയിക്കാനുണ്ട് എങ്കിൽ, മധ്യമവർത്തിയാക്കാനുണ്ട് എങ്കിൽ പൊതുവെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കണം. അള്ളാഹുവിന്റെ പുത്രനുണ്ട് എങ്കിൽ അങ്ങനെ ബന്ധമുള്ള ഒരാളിലേക്കായിരിക്കും ആളുകൾ ആശ്രയിക്കുക, അവർ മുഖേനയായിരിക്കും അള്ളാഹുലേക്ക് എത്തുക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയാൻ ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, അവൻ ആരുടെയും പുത്രനുമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോടൊത്ത ഒരാളും തന്നെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചോദിച്ചു വരുന്ന മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രം പറയപ്പെട്ട ഒരു സൂറത്താണ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയാനുള്ള ഒരു കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞു തോന്നുന്നത് അള്ളാഹുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും ഇതിൽ പറയുന്നില്ല. കുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദാണ്, അള്ളാഹു സമദാണ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. തൗഹീദ് മാത്രമാണ്, ഇഖ്ലാസ് മാത്രമാണ് എന്നാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് 1/3 എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ അർത്ഥവും ഇതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇതിന്റെ പ്രതിഫലം 1/1. മറ്റേത്
തീർച്ചയായും ദീനുൽ ഇസ്ലാം ഖുർആനിൽ നമ്മൾ 3 കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. ഒന്ന് തൗഹീദായിരിക്കും, 2 റിസാലത്തായിരിക്കും, 3 ആഖിറത്തായിരിക്കും. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കുള്ള ക്ഷണം. അള്ളാഹു മാത്രമാണ് ഏകൻ, അള്ളാഹുലേക്ക് മാത്രമാണ് ഒരാൾ സമർപ്പിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത് എന്നറിയിക്കുന്ന തൗഹീദിന്റെ ആയത്തുകളാണ് ഖുർആനിൽ ഉണ്ടാവുക. അതിന് നേരെ വിരുദ്ധമായ ഷിർക്കിനെതിരെയുള്ള ആയത്തുകളാണ് ഖുർആനിൽ ഉണ്ടാവുക. രണ്ടാമത്, അങ്ങനെയുള്ള ആളുകൾക്ക് ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഹലാൽ ഹറാമുകളെ വിശദീകരിക്കാനാണ് റിസാലത്തിനെ കുറിച്ച് പറയുന്നത്. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അതാണ് ഹലാലിന്റെ വഴി. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ദുർമാർഗത്തിന്റെ വഴിയാണ്. അങ്ങനെ റിസാലത്തിന്റെ കാര്യമുണ്ടാകും. മൂന്നാമത്തത് ആഖിറത്തിന്റെ കാര്യമാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദും അള്ളാഹുവിന്റെ ഹലാൽ ഹറാമുകളൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ആഖിറത്തിൽ എന്തായിരിക്കും ലഭിക്കുക, സ്വർഗത്തിനെ കുറിച്ച് വർണ്ണനകളെല്ലാം അതുമായി ബന്ധപ്പെട്ട ആഖിറത്തുമായി ബന്ധപ്പെട്ടതാണ്. അതല്ലെങ്കിൽ അതിനെതിരായി ജീവിക്കുന്ന ആളുകൾക്ക് എന്താണ് ഉണ്ടാവുക, കത്തിയാളുന്ന നരകത്തിനെ കുറിച്ചാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഖുർആൻ ചർച്ച ചെയ്യുന്നത്. തൗഹീദിനെ കുറിച്ചും റിസാലത്തിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചുമാണ്. അതിൽ തൗഹീദിനെ കുറിച്ചാണ്, അത് 3-1 ഈ സൂറത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഇത് എപ്പോഴും നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പാരായണം ചെയ്ത ചില സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഫജ്ർ നിസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. വലിയ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. യാത്രയിൽ മറ്റു സുന്നത്തുകൾ ഉപേക്ഷിക്കാം, പക്ഷേ ഫജ്റിന് മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ അവിടുന്ന് ആ നിസ്കാരത്തിൽ സ്ഥിരമായി 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്തിരുന്നത് ഖുൽ അല്ലാഹു അഹദാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലും 2ാമത്തെ റക്അത്തിൽ അത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്യേണ്ടത്. അതുപോലെ തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന് പിന്നിൽ അതല്ലെങ്കിൽ എവിടെയാണോ സാധിക്കുന്നത് അവിടെ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതിന്റെ 2ാമത്തെ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ രാത്രിയിൽ വിത്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ വിത്റിന്റെ അവസാന റക്അത്തിലും നമുക്ക് കാണാം സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്യുന്നത്. ഒരു നിസ്കാരം ആരംഭിക്കുന്നത് ഫജ്റിന് മുമ്പ് അതിൽ നമ്മൾ പൂർത്തിയാക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ്. രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കുന്ന വിത്റിലും സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല നിലക്കുമുള്ള ശ്രേഷ്ഠതയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വളരെ സംക്ഷിപ്തമായ രീതിയിൽ അല്ലാഹു തആല അവനെ പരിചയപ്പെടുത്തിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. യഥാർത്ഥത്തിൽ ഒരുപാട് വിശദീകരിക്കേണ്ട, അള്ളാഹുവിനെ കുറിച്ച് വളരെ വിശദമായി പറയേണ്ട ഒരു സൂറത്താണ്. അതിന്റെ ചുരുങ്ങിയ രൂപമാണ്, ചുരുങ്ങിയ വിശദീകരണമാണ് നിങ്ങൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.